ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. നമ്മുടെ വേനൽക്കാലം വന്നെത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും അറിയാം, ഇപ്രാവശ്യം ഏറ്റവും അധികം താപനിലയാണ്, നല്ല ചൂടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരത്തിന് വേണ്ടി, മുടിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം മാർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ നല്ല ചൂടാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് അവസാനത്തോടു കൂടിയാണ് നമുക്ക് സാധാരണ മഴ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, നമ്മുടെ മക്കൾക്കാണെങ്കിൽ സ്കൂൾ അടയ്ക്കാൻ പോകുന്നു. അപ്പോൾ ഈ സമയത്ത് പിള്ളേർ കളിക്കാൻ പോകും പുറത്ത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളിലും വയസ്സായവരിലും ഒക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ശരീരത്തിന് ഈ ഒരു 11 മണി മുതൽ ഒരു 3 മണി വരെ നല്ല വെയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ അത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ചൂട് നല്ല കൂടി നിൽക്കുന്ന സമയത്ത് പുറത്തിറങ്ങാതെ നോക്കുക, ആദ്യത്തെ ഒരു കാര്യം. പിന്നെ നമുക്ക് എന്താണ്, പുറത്ത് പോകുന്ന സമയങ്ങളിൽ 2 വീലർ ഒക്കെ ഉപയോഗിച്ച് പോകുന്നവരാണെങ്കിൽ നിർബന്ധമായും അതിന് വേണ്ട കവറിങ്ങുകൾ, ഇപ്പം കോട്ടണിൽ തന്നെ നമുക്ക് നല്ല നല്ല കയ്യും കൂടി കവർ ചെയ്യാവുന്ന, മുഖം കവർ ചെയ്യാവുന്ന ഒക്കെ ഡ്രസ്സസ് അവൈലബിൾ ആണ്. അപ്പം അങ്ങനത്തെ ഇത് നമ്മൾ പ്രിക്കോഷണറി ആയിട്ട് ചെയ്യാം. അതേപോലെ കുട ഉപയോഗിക്കുക. വെയിലാണല്ലോ എന്ന് കരുതി കുട ഉപയോഗിക്കാതിരിക്കരുത്. നടന്നു പോകുന്നവരാണെങ്കിൽ കുട ഉപയോഗിക്കുക. പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ, കാറാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, എങ്കിലും നമുക്ക് സൺഗ്ലാസസ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ കണ്ണിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സൂര്യന്റെ വെളിച്ചം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ സൺഗ്ലാസസ് ഉപയോഗിക്കുക. അല്ലെങ്കിലും കണ്ണിന് സൺഗ്ലാസസ് എപ്പോഴും നല്ലതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ പുറത്ത് പോകുമ്പോൾ കുട്ടികളൊക്കെ കളിക്കാൻ പോകുന്ന സമയത്ത് അവരവരുടെ ഷൂസ് തന്നെ വെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ചെരുപ്പിടാതെ കളിക്കുന്ന സമയത്ത് അടിയിൽ നിന്നുള്ള ചൂട് കാല് പൊള്ളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിൻ്റെതായ, അതായത് ഇപ്പോൾ ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോളിന്റെ അതിൻ്റെതായ ഷൂസ് വെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയുള്ളത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, നമ്മുടെ സൺ ടാനിങ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. സൺ ടാനിങ് എന്ന് പറഞ്ഞാൽ വെയിലിന്റെ ആ ഒരു ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ, സ്കിന്നിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറം അല്ലെങ്കിൽ ഏത് കളറും ആവാം. ചിലർക്ക് ബേണിംഗ് പോലെ തന്നെ വരാം, ചിലർക്ക് സൺസ്ട്രോക്ക് തന്നെ ഉണ്ടാകാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സൺസ്ക്രീൻ ലോഷൻസ് ഒത്തിരി അവൈലബിൾ ആണ്. അപ്പൊ അത് എപ്പോഴും സൺസ്ക്രീൻ ലോഷൻ തേച്ചിട്ട് മാത്രം പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് കവറിങ്ങുകളെല്ലാം വളരെ ലൂസായിട്ടുള്ള കോട്ടൺ ക്ലോത്ത്സ് വെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ കോട്ടൺ ക്ലോത്ത്സ് ആകുമ്പോൾ നമുക്ക് എയറിയാണ്. അപ്പോൾ കുറച്ചും കൂടി വേർക്കൽ ഇപ്പം 2 രീതിയിലാണ്. ചിലവർക്ക് ഭയങ്കര ചൂടായിരിക്കും. ചൂട് സമയത്ത് നമുക്ക് ബേണിംഗ് ഉണ്ടാവാൻ, അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ ടെമ്പറേച്ചർ റെഗുലേഷൻ ചെയ്യാൻ പറ്റാതെ, നമ്മുടെ ബോഡിക്ക് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ ചൂട് തോന്നും. അല്ലെങ്കിൽ നന്നായിട്ട് വേർക്കുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായും ലൂസ് കോട്ടൺ ഡ്രസ്സസ് ഉപയോഗിക്കാൻ ശ്രമിക്കാം. അപ്പൊ അങ്ങനെ പുറത്തിറങ്ങുന്നവർ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സൺ ടാനിങ് ഒഴിവാക്കാനായിട്ട് നമുക്ക് കടലമാവ്, തൈര്, തേന് അങ്ങനത്തെ മാസ്കുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കുക്കുംബറും പിന്നെ ജ്യൂസും തേനും കൂടിയുള്ള മാസ്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ തക്കാളി നീരും തേനും കൂടിയിട്ടുള്ളൊക്കെ മാസ്കുകൾ ഉപയോഗിക്കാം. ശരീരത്തിൽ ആകെ മൊത്തം നിങ്ങൾക്ക് ഉപയോഗിക്കണം. അല്ലെങ്കിൽ മൊത്തമായിട്ട് ചൂടുകുരു പൊന്തിയിട്ടുണ്ട്, ചൂടുകുരു ആണ് ഏറ്റവും അധികം വേനൽക്കാലത്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണ്ടീഷൻ. പേഷ്യൻസ് ഒത്തിരി വരാറുണ്ട്. അപ്പൊ ഈ ചൂടുകുരു ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് ആ തേങ്ങാപ്പാലിൽ കുറച്ചു നേരം ശരീരത്തിൽ തേച്ച് വെച്ചതിന് ശേഷം കുളിക്കുകയാണെങ്കിൽ അതിന്റെ റെഡ്നെസ്സും ഇറപ്ഷനും ഇതെല്ലാം കുറയാനുള്ള മരുന്നാണ്. നമുക്ക് ഒരു ആന്റിബയോട്ടിക് പോലെ തന്നെ തേങ്ങാപ്പാൽ ആക്ട് ചെയ്യും. അതേപോലെ ശരീരം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ശരീരം ഭയങ്കരമായിട്ട് ചൂടാകുന്നത് ഈ ഒരു കാലത്ത് നോർമലാണ്. അപ്പൊ അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രാമച്ച ഇട്ട വെള്ളത്തിൽ കുളിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തണുപ്പിക്കുന്ന ഭക്ഷണങ്ങളിൽ നമുക്ക് കൂവ കുറുക്കിയത്, അതേപോലെ മല്ലിവെള്ളം, ഇതൊക്കെ നമുക്ക് തണുപ്പ് ഉണ്ടാക്കുന്ന, ശരീരത്തിന് തണുപ്പിക്കുന്ന സാധനങ്ങൾ, സംഭാരം, തൈര്, ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ ജനറലി തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അടങ്ങിയ, കൂടുതലും വാട്ടർമെലോൺ അങ്ങനത്തെയൊക്കെ ഉള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഹെവി മീൽസ്, പ്രത്യേകിച്ച് വറുത്തതും പൊരിച്ചതും ഒക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ബോഡിക്ക് ടെമ്പറേച്ചർ റെഗുലേഷൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഭക്ഷണത്തിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ സിറം നമ്മുടെ ശരീരത്തിൽ തേക്കുന്നതും, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണ നല്ലപോലെ അപ്ലൈ ചെയ്ത് കുളിക്കുന്നതും
നല്ലതാണ്. നല്ലോണം വേർക്കുന്നവരാണെങ്കിൽ 2 3 പ്രാവശ്യം ദിവസത്തിൽ കുളിക്കുന്നതിൽ കുഴപ്പമില്ല. അപ്പൊ സോപ്പ് അധികം ഉപയോഗിക്കണമെന്നില്ല. സോപ്പ് കണ്ടിന്യൂസ് ആയിട്ട് 3 നേരവും തേക്കണമെന്നില്ല. പക്ഷെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കഴുകിയാലും മതി, ഒത്തിരി വേർക്കുന്നവരാണെങ്കിൽ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിൽ തന്നെ കിട്ടുന്നതായിട്ടുള്ള എന്താ പറയാ, നമുക്ക് മാസ്കുകൾ ഉപയോഗിക്കാം. ഇപ്പൊ അലോവേറയുടെ ജെല്ല് നമുക്ക് ഉപയോഗിക്കുന്നത് തണുപ്പാണ്. അതേപോലെ തന്നെ മല്ലിവെള്ളത്തിൽ ഉപയോഗിക്കുന്ന നല്ലതാണ്. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടാവുന്ന തേങ്ങാപ്പാല് അരച്ചിട്ട് തേച്ച് കുളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെയുള്ളത്, അപ്പോൾ മെയിനായിട്ട് ശരീരത്തിൽ മുഴുവനായിട്ടും ചെയ്യാവുന്നത് മെയിൻ ഈ ചൂടുകുരു വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒത്തിരി മെഡിക്കേറ്റഡ് പൗഡേഴ്സും ഓയിൻമെന്റ്സും ഉപയോഗിക്കാതെ, അതാവുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുന്നത്, ഭയങ്കരമായിട്ടുള്ള ശക്തി കൂടിയ മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ മാക്സിമം എല്ലാ ടെമ്പറേച്ചറിലും, അതായത് ഇപ്പോൾ പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇവിടെ സാധാരണ ഒരു ടെമ്പറേച്ചർ ഇങ്ങനെ മാറുന്നത് നമ്മുടെ ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാണ്. അതായത് ഇവിടെ നല്ല തണുപ്പ് വെച്ചിരിക്കുകയാണ്, അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നല്ല ചൂടുമാണ്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മുടെ ശരീരത്തിന് പറ്റാതെ ജലദോഷം, ചുമ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്തിരിക്കുമ്പോഴും ഒരു 24, 25, 26 അങ്ങനത്തെ ഒക്കെ ഒരു ഇതിൽ ടെമ്പറേച്ചർ കൊണ്ടുവരാൻ ശ്രമിക്കുക. പുറത്തിറങ്ങുമ്പോഴും അതേപോലെ തന്നെ ലൂസായിട്ടുള്ള ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു രീതിയിൽ. അപ്പം ടെമ്പറേച്ചർ വലിയ ഡിഫറൻസ് വരാത്തതുകൊണ്ട് അസുഖങ്ങൾ കുറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ വിയർപ്പ് അടങ്ങിയിട്ടും എപ്പോഴും കുട്ടികൾക്ക് അസുഖം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓടിക്കളിച്ചൊക്കെ വന്നിട്ട് കുറച്ചു നേരം ഫാനിന്റെ അടിയിൽ ഇരുന്നിട്ട് മാത്രം കുളിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ അത്ര തന്നെ കുറയ്ക്കാൻ കഴിയും. ഇതെല്ലാം ശ്രദ്ധിക്കുക. ഇനി ഉള്ളത് കണ്ണിനാണ്. കണ്ണിന് എപ്പോഴും ശ്രദ്ധ കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ സൺഗ്ലാസസ് ഉപയോഗിക്കുക. അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ വെയിലത്തുനിന്ന് തിരിച്ച് വന്നതിന് ശേഷം വെള്ളരിക്ക മുറിച്ചോ അല്ലെങ്കിൽ കുമ്പളങ്ങ മുറിച്ചിട്ടോ കണ്ണിന്റെ അവിടെ ഒരു ഇതായിട്ട് വെക്കുക. തണുപ്പ് കൊടുക്കാനുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ഐസ് ബാഗ്സ് ആയിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. ഐസ് ബാഗ്സ് കണ്ണിൽ വെക്കുന്നതും ഒക്കെ നല്ലതാണ്. അപ്പൊ നമുക്കൊരു കുളിർമ കിട്ടുകയും നമ്മുടെ ആ ഒരു ക്ഷീണം മാറിക്കിട്ടുകയും ചെയ്യും. എല്ലാ പ്രാവശ്യവും തിരിച്ച് ഇപ്പോൾ വെയിലത്തുനിന്ന് പുറത്ത് വന്നിട്ട് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ടാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് തൈരും കടലമാവും കൂടി തേച്ചിട്ടിട്ട് പെട്ടെന്ന് തന്നെ കുളിച്ചാൽ അപ്പോൾ വന്നിരിക്കുന്ന ആ ടാനിങ് ഒത്തിരി കുറയ്ക്കാനാകും. പിന്നെ ഉള്ളത് ഇനി ശ്രദ്ധിക്കേണ്ട മുടിയാണ്. മുടിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഒത്തിരി ഡ്രൈ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റം പിളരാനും, അതുകൊണ്ട് തന്നെ അറ്റം പിളരുന്നത് ഒരു കോമൺ ആണ് വെയിൽ വരുന്ന സമയത്ത്. അപ്പോൾ അറ്റം ട്രിം ചെയ്ത് വെക്കുക. പിന്നെ നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കുളിക്കുക. വെളിച്ചെണ്ണ എന്തായാലും നിർബന്ധമായും എല്ലാ ദിവസവും തേക്കുന്നത് നല്ലതാണ്. വെളിച്ചെണ്ണ തേച്ച് സാധാരണ ഒരു റെഗുലർ ഷാമ്പൂ ഇട്ടിട്ട് ഒത്തിരി കണ്ടീഷണർ ഉള്ള ഷാമ്പൂസ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കണ്ടീഷണർ ഉള്ള ഷാമ്പൂ വെച്ച് കഴുകി കളയേണ്ടതാണ്. എണ്ണ തലയിൽ വെക്കണമെന്നില്ല, പക്ഷെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം വെയിലായതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്രൈനെസ് സ്കാൽപ്പിനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുവഴി നമുക്ക് താരൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ താരൻ ഇല്ലാതിരിക്കാൻ മുടി നല്ലോണം ചീവിയിട്ട് എണ്ണ തേച്ച് റെഗുലർ ഷാമ്പൂ വെച്ച് കഴുകി കളയാം. ഇനി ഉള്ളത് മുടിയുടെ ഡ്രൈനെസ് കുറയ്ക്കാനായിട്ട് സിറം ഉപയോഗിക്കാം. വിറ്റാമിൻ സിറംസ് ഒക്കെ ഒത്തിരി അവൈലബിൾ ആണ്. കുറച്ച് കുളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിറം ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഒട്ടും എണ്ണ ഉപയോഗിക്കാത്തവർക്ക് സിറം പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഉള്ളത് കണ്ണും മുടിയും എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം കൊഴിയാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. കുറച്ച് കൊഴിഞ്ഞു പോകുന്നതാണെങ്കിലും കുഴപ്പമില്ല, ട്രിം ചെയ്ത് വെക്കുക. അറ്റം പിളരാതെ ശ്രദ്ധിക്കുക. മുകളിലോട്ട് കയറി കൊഴിച്ചിൽ കൂടാതെ നമ്മൾ കെയർ എടുക്കുക. ആവശ്യമെങ്കിൽ ഡോക്ടറെ കാണിക്കുക, മരുന്ന് എന്തെങ്കിലും വേണമെന്ന് തോന്നുകയാണെങ്കിൽ. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഹൈഡ്രേഷൻ ആണ് വേണ്ടത്. ഹൈഡ്രേഷന് വേണ്ടി ധാരാളം വെള്ളം കുടിക്കുക. സാധാരണയിലും കവിഞ്ഞ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അവര് 1 ലിറ്റർ ആണല്ലോ കൊടുക്കുന്നുള്ളൂ എന്ന് നമ്മൾ നോക്കണ്ട. നമ്മുടെ വെയിറ്റ് എത്രയാണോ അതിന്റെ ഒരു 20 മുതൽ 25 കിലോ വരെ ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം കുടിക്കാം. അപ്പോൾ അങ്ങനെ കൂട്ടി കൊണ്ടുവരിക. എത്രയാണോ നിങ്ങളുടെ വെയിറ്റ് എങ്കിൽ അതിനനുസരിച്ച് ഒരു 20 കിലോ 25 കിലോന് 1 ലിറ്റർ എന്ന കണക്കിൽ നിങ്ങൾ കുപ്പി വെച്ചിട്ട് തന്നെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്കറിയാം എപ്പോഴും വേനൽക്കാലത്താണ് കിഡ്നി സ്റ്റോൺ, യൂറിനറി ബ്ലാഡറുള്ള സ്റ്റോൺ, ഇങ്ങനത്തെ സ്റ്റോണുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. പ്രത്യേകിച്ച് ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക്, AC-യിൽ വർക്ക് ചെയ്യുന്നവർക്ക്, IT കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ തണുപ്പ് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി ഇല്ല. പക്ഷെ വേനൽക്കാലം ആയതുകൊണ്ട് ഡ്രൈനെസ് നമുക്ക് കൂടുതലുണ്ടാകാനും ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകാനും സാധ്യതയുണ്ട്. ഇനി കൈയും കാലും എന്താ ചെയ്യേണ്ടത്? കൈയും കാലിലും ഡ്രൈനെസ് കൂടുതൽ ഉണ്ടാവാനും സ്കിന്ന് ഡ്രൈ ആവുന്നവരും
നിർബന്ധമായും മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. രാത്രി നമ്മൾ കുളിച്ചതിന് ശേഷം നല്ലപോലെ മോയ്സ്ചർ, അത് മെഡിക്കേറ്റഡ് ആവശ്യമില്ല. മെഡിക്കേറ്റഡ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ മോയ്സ്ചറൈസർ ഉപയോഗിച്ചാൽ മതി. സാധാരണ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അതേപോലെ തന്നെ രാവിലെ പോകുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ ഇടുക. വേറെ ഒന്നും പ്രത്യേകിച്ച് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മുടി നല്ലതുപോലെ കെട്ടിവെക്കുക. രാത്രി കിടക്കുന്ന സമയത്ത് മുടി കെട്ടിവെക്കുക. രാവിലെയും അതേപോലെ തന്നെ പാറിപ്പോകാതെ മുടി കെട്ടിവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെല്ലാം ശ്രദ്ധിക്കുക. ഇതെല്ലാം വേനൽക്കാലത്ത് ഏറ്റവും ആവശ്യമായതാണ്. പിന്നെ ലിപ്സ്, നമ്മുടെ ചുണ്ടുകൾ വരണ്ടു പോകാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ ഗ്ലിസറിൻ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഏറ്റവും നല്ലതാണ്. രാത്രി കിടക്കുമ്പോഴും ഒന്ന് ചുണ്ടിൽ തേച്ച് വെക്കാം. അതേപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ മുടിയിൽ തേക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഈ ഒരു സമയത്ത് പ്രത്യേക കെയർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് വേനൽക്കാലത്ത് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ മെയിനായിട്ട് നമുക്ക് നല്ലപോലെ ഉറങ്ങുക. ക്ഷീണം വരും, ഭക്ഷണം കൂട്ടരുത്. നമുക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഉറക്കമാണ് ഏറ്റവും ആവശ്യം. കാരണം വെയിലത്ത് നമുക്ക് ആ ഒരു ചൂട് കൊണ്ട് നമുക്ക് ക്ഷീണം തോന്നും. അപ്പൊ നല്ലപോലെ ഒരു 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക. ഭക്ഷണം ഹെവി ആയിട്ട് കഴിക്കാതിരിക്കുക. സാധാരണ നമ്മുടെ വെജീസും എല്ലാം മീൻസ് ഫൈബർ, വിറ്റാമിൻസ്, അതേപോലെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. നല്ലപോലെ വെള്ളവും കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഭക്ഷണം എടുക്കുന്നതിന് ഒരു 1/2 hour ബിഫോർ നല്ലപോലെ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞിട്ട് 1/2 hour കഴിഞ്ഞിട്ട് നല്ലപോലെ വെള്ളം കുടിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വയറിനും ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ലപോലെ ക്ലിയർ ആയിട്ട് പോകാനും. പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എപ്പോഴും നോക്കുക. ഈ വെയിൽ, അതായത് വേനൽക്കാലത്ത് പെട്ടെന്ന് ഭക്ഷണ സാധനങ്ങൾ കേടാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കുന്നവർ നല്ല വെള്ളമാണ്, ഭക്ഷണമാണ് എന്നുള്ളതൊക്കെ ശ്രദ്ധയോടെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എന്താ പറയുന്നത്, വീട്ടിൽ തന്നെയാണെങ്കിലും എന്താ പറയുക, എടുത്തു വെക്കുന്ന സ്വഭാവം, അതായത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ച് പിന്നെ ചൂടാക്കുന്ന സ്വഭാവം കുറയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഒരു രീതി സ്വീകരിക്കുക. കാരണം പ്രത്യേകിച്ചും അതിൽ തന്നെ നമുക്ക് നല്ലപോലെ തണുപ്പുള്ള സാധനങ്ങളും സംഭാരം പോലത്തെയൊക്കെ, വെള്ളം കൂടുതൽ, വാട്ടർമെലോൺ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, പപ്പായ കഴിക്കുന്നതും, പപ്പായ ഈ സമയത്ത് അവൈലബിൾ ആയിരിക്കും. പപ്പായ കഴിക്കുന്നു, അതേപോലെ മുഖത്ത് തേക്കുന്നു ഒക്കെ നല്ലതാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ ടാനിങ് കുറയ്ക്കാനും പപ്പായ സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഒരു 3 മാസം നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നും ഹെയറും എല്ലാ കെയറും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനും നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാനും നമുക്ക് കഴിയും. താങ്ക് യു.